السلام عليكم ورحمة الله. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബുർദ അർത്ഥവും വ്യാഖ്യാനവും പാർട്ട് 33. അൽ ഫസ്ലു സാദിസു ഫി ഷറഫിൽ ഖുർആൻ വ മദ്ഹിഹി. ആയാതു ഹഖ്ഖിൻ മിനർ റഹ്മാനി മുഹദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫ് ബിൽ ഖിദമി ലം തഖ്തരിൻ ബിസമാനിൻ വഹിയ തുഖ്ബിറുനാ അനിൽ മആദി വഅൻ ആദിൻ വഅൻ നിറമി دامت لدينا ففاقت كل معجزة من النبيين إذ جاءت ولم تدم محكمات فما تبقين من شبه لذي شقاق وما تبغين من حكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആയാത്തു ഹഖ്ഖിൻ മിനർ റഹ്മാനി മുഹദസത്തുൻ, പുനരവതരിപ്പിക്കപ്പെട്ട കരുണാവാരിധിയിൽ നിന്നുള്ള സത്യത്തിൻ്റെ വചനങ്ങളും നമ്മുടെ പ്രവാചകരുടെ മുഅ്ജിസത്തുകളാണ്. ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫ് ബിൽ ഖിദമി, ഖിദമ കൊണ്ട് എന്ന് പറഞ്ഞാൽ അനാദിയാൽ വിശേഷിതനായവനായ അള്ളാഹുവിൻ്റെ ആദി വചനങ്ങളുമാണ് ഈ ഖുർആൻ. ആയാത്തു ഹഖ്ഖിൻ എന്നുള്ളത് മൂത്തയാണ് തർക്കീബ്. ഹഖ്ഖിൻ എന്നുള്ളത് മുളാഫുൻ ഇലൈഹിയാണ്. സിഫത്തിനെ മൗസൂഫിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ടുള്ളതായ ഇളാഫത്താണ് ഇവിടെ. ഹക്കായ ആയത്തുകളാവുന്നത്. മിനർ റഹ്മാനി എന്നുള്ളത് ഖബറുൻ അവ്വലു, ഒന്നാമത്തെ ഖബറാണ്. റഹ്മാനായ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. മുഹദ്ദസത്തുൻ ഖദീമത്തുൻ എന്നൊക്കെ പറയുന്നത് അത് വീണ്ടും രണ്ടാമത്തെ ഖബറാണ്. മുഹദ്ദസത്ത് ഖദീമത്തുൻ എന്നുള്ളത് മൂന്നാമത്തെ ഖബറാണ്. മുഹദ്ദസത്തുൻ ഇൻസാലൻ വ ഖദീമത്തുൻ മഅനൻ എന്നർത്ഥം. ഇവിടെ മുഹദ്ദസത്തിൻ്റെ അവിടെ ഒരു തമ്മീസിനെ കളയപ്പെട്ടിട്ടുണ്ട്, സങ്കല്പിക്കണം. ഈ ആയത്തുകൾ മുഹദ്ദസത്താണെന്ന് പറഞ്ഞാൽ ഇൻസാൽ, അതിനെ ഇറക്കിയ ആ നിലക്ക് നോക്കുമ്പോൾ അത് മുഹദ്ദസത്താണ്. എന്നാൽ അതിൻ്റെ മഅന ഖദീമത്തുമാണ്. സിഫത്തുൽ എന്നുള്ളത്, സിഫത്തുൽ മൗസൂഫി എന്നുള്ളത് അത് നാലാമത്തെ ഖബറാണ്. മൗസൂഫി എന്നുള്ള മുളാഫിൻ ഇലൈഹിയാണ്. ഇനി ഖബറുകൾ കൂടുതൽ പാടില്ല എന്ന് പറയുന്ന ചില പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ പറയുന്ന ഇതനുസരിച്ച് കൊണ്ട് ഓരോ ഖബറിനും ഒന്നാമത്തെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഖബറിനും മൂത്താൻ സങ്കല്പിക്കുക, കളയപ്പെട്ട മൂത്താൻ. ബിൽഖിദമി ജാറും മജ്റൂർ, മുതഅല്ലഖ് മൗസൂഫ്. വേറെ നിൽക്കുമ്പോൾ തർക്കീബക്ക ആയാത്തു എന്നുള്ളത് മൂത്താക്ക, അതിൻ്റെ ഖബർ പിന്നെ ആയാത്തു ഹഖ്ഖിൻ എന്നുള്ളത് കളയപ്പെട്ടു പോയ മൂത്താൻ്റെ ഖബറാക്കാം. അതല്ലെങ്കിൽ ഇത് മൂത്താക്കിയിട്ട് ഖബർ കളയപ്പെട്ടതാക്കാം. മുഅ്ജിസാത്തു നബിയ്യിന ആയാത്തു ഹഖ്ഖിൻ, അപ്പോൾ നമ്മുടെ പ്രവാചകരുടെ മുഅ്ജിസത്തുകളാവുന്നത് അത് ഹക്കായ ആയത്തുകളാണ്. അതല്ലെങ്കിൽ ഈ ഹക്കായ ആയത്തുകളാവുന്നത് മിൻ മുഅ്ജിസാത്തി നബിയ്യിന, നമ്മുടെ പ്രവാചകരുടെ മുഅ്ജിസാത്തിൽ പെട്ടതാണ് ആയാത്തു ഹഖ്ഖിൻ, ഈ ഹക്കായ ആയത്തുകൾ എന്ന്. അപ്പം അങ്ങനെ നിൽക്കും തർക്കീബ് വെക്കാം. മിനർ റഹ്മാനി എന്നുള്ളത് ഈ ആയാത്തിലേക്ക് സിഫത്താക്കുക. അങ്ങനെ വരുമ്പോൾ റഹ്മാനായ അള്ളാഹുവിൽ നിന്നുള്ളതായ ആയത്തുകളാണ്. പിന്നെ മുഹദ്ദസത്തുൻ, അതും സിഫത്താക്ക, മുഹദ്ദസത്തുമാണത്. മുഹദ്ദസത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ മുഖ്റജത്തു മിൻ ഹയ്യിസിൽ അദമി ഇലാ ഹയ്യിസിൽ ഉജൂദി,
ഇല്ലായ്മയുടെ ആ സ്ഥലത്തിൽ നിന്ന് പിന്നെ ഉള്ള ആ സ്ഥലത്തേക്ക് അതിനെ പുറപ്പെടുവിക്കപ്പെട്ടു. അതിന് ലഫ്ള് പരിഗണിച്ചുകൊണ്ട്, ലഫ്ളുകളെ നോക്കിയിട്ട്. കാരണം ഇത് അസ്വാത്ത് ഹുറൂഫിനാൽ മുഅല്ലഫാണല്ലോ ഈ നമ്മുടെ കയ്യിൽ ഇറക്കപ്പെട്ട് കാണുന്ന ഈ ഖുർആൻ. അതിൻ്റെ മായനയാണ് ഖദീമത്ത്. ഖദീമത്തുൻ, അതോടൊപ്പം അത് ഖദീമുമാണ്. ഖദീമാണ് സിഫത്തുൽ മൗസൂഫ് ബിൽ ഖിദമി, ഖിദമ കൊണ്ട് വിശേഷണം പറയപ്പെട്ട അള്ളാഹു തആലാക്കുള്ള സിഫത്ത്, ഖദീമത്തായ സിഫത്താണത്. അപ്പോൾ ഖദീമായ അള്ളാഹുവിൻ്റെ സിഫത്ത് അത് ഖദീമത്തെ ആകുള്ളൂ. അപ്പോൾ ഖിദമ കൊണ്ട് വിശേഷണം പറയപ്പെട്ട അള്ളാഹു തആലാക്കുള്ള സിഫത്തുമാണ് ഈ ഖുർആൻ. അതുകൊണ്ട് ആ ഖുർആൻ ഖദീമത്തും ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഉദ്ദേശം വരുന്നത്. ലം തഖ്തരിൻ ബിസമാനിൻ വഹിയ തുഖ്ബിറുനാ അനിൽ മആദി വഅൻ ആദിം വഅൻ നിറമി. പരിശുദ്ധ ഖുർആനിൻ്റെ ആസ്തിക്യം കാലവുമായി ഒരിക്കലും യോജിച്ചിട്ടില്ല. പ്രത്യേക കാലത്തോട് സംവദിക്കാത്തതാണ് വിശുദ്ധ ഖുർആൻ എന്ന് സാരം. അത് പരലോകത്തെക്കുറിച്ചും ആദിനെ കുറിച്ചും ഇറമിനെ കുറിച്ചും നമുക്ക് വിവരണം തരുന്നതുമാണ് ഈ പരിശുദ്ധമായ ഖുർആൻ. ലം തഖ്തരിൻ എന്നുള്ളത് ലം ജാസിമാണ്. തഖ്തരിൻ ഫഈല്, മജ്സൂം ളമീർ ഫാഇല്. ബിസമാനിൻ എന്നുള്ളത് ജാറു മജ്റൂർ മുതഅല്ലഖ് തഖ്തരിൻ. അപ്പോൾ ലം തഖ്തരിനിൽ ആയാത്തു ഹാല കൗനിഹാ ഖദീമത്തൻ ബിസമാനിൻ. ഈ ദൃഷ്ടാന്തങ്ങൾ, ഈ ആയത്തുകൾ തന്നെ അവ ഖദീമത്തായ അവസ്ഥയിൽ ഒരു സമാനിനോടും അന്വരിച്ചിട്ടില്ല. അതിൻ്റെ മായന ഖദീമത്താണല്ലോ, ആ നിലക്ക് അതൊരു സമാനിനോട് അന്വരിച്ചു വന്നിട്ടില്ല. വഹിയ തുഖ്ബിറുന, ഹിയ മൂത്തയാണ്. തുഖ്ബിറുന ഫീൽ ളമീർ ഫാഇൽ ജുംല ഖബർ നാ മഫ്ഊൽ. അനിൽ മആദി എന്നുള്ള ജാറു മജ്റൂർ മുതഅല്ലഖ് തുഖ്ബിറു. പിന്നെ വഅൻ ആദിൻ എന്നുള്ള ജാറു മജ്റൂർ മഅ്തൂഫാണ്. മഅ്തൂഫ് അലൈഹി അനിൽ മആദിയാണ്. വഅൻ ഇറമി എന്നുള്ളതും അങ്ങനെ തന്നെ, ജാറു മജ്റൂർ മഅ്തൂഫ്, മഅ്തൂഫുൻ അലൈഹി അനിൽ മആദി. അപ്പോൾ എല്ലാത്തിൻ്റെ മുതഅല്ലഖ് തുഖ്ബിറുന എന്നുള്ളത് തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഈ ബൈത്തിന്റെ മാന വരിക ഇന്ന ഹാദിഹിൽ ആയാത്തിൽ ഖദീമത ലം തഖ്തരിൻ ബിസമാനിൻ. ഇത് ഒരു കാലത്തിനോട് അന്വരിച്ചിട്ടില്ലാത്ത ഖദീമായ ദൃഷ്ടാന്തങ്ങളാണ്. വഹിയ മുസ്തമിലത്തുൻ അലൽ ഇഖ്ബാരി അനിൽ മആദി. അതുപോലെ തന്നെ വഅൻ ആദിൻ വഅൻ ഇറമി, ഇവയെ സംബന്ധിച്ചൊക്കെ നമുക്ക് വിവരം നൽകുന്നുണ്ട്. അതിൻ്റെ മേൽ ചുറ്റിയതാണ് ഈ ആയത്തുകൾ. ലം തഖ്തരിൻ തിൽക്കൽ ആയാത്തു ബിഇഅ്തിബാരി വുജൂദി മഅനാഹൽ ഖദീമി. ഈ ആയത്തുകൾ അതിൻ്റെ ഖദീമായ മഅനായുടെ വുജൂദിനെ പരിഗണിച്ചുകൊണ്ട്, ആ മഅന ഉള്ളതാണെന്നതിനെ പരിഗണിച്ചുകൊണ്ട് അത് അന്വരിച്ചിട്ടില്ല. ബി സമാനിൻ, ഒരു സമാനിനോട് അന്വരിച്ചിട്ടില്ല. കാരണം സമാനും മക്കാനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ളതാണല്ലോ ഈ ആയത്തുകൾ, ഖദീമത്താണല്ലോ. വഹിയ ഐ തിൽക്കൽ ആയാത്തു മിൻ ഹൈസു ലഫ്ളുഹ. ഈ ആയത്തുകൾ അതിൻ്റെ ലഫ്ലിൻ്റെ ഭാഗത്തിലൂടെ തുഖ്ബിറുന, നമ്മളോട് വിവരം പറഞ്ഞു തരുന്നു. അനിൽ മആദി അൽ ജിസ്മാനി, ജിസ്മാനിയായ മടക്കത്തെ സംബന്ധിച്ച്. മആദ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മക്ക് ശേഷം പിന്നെ ഈ പടപ്പുകളെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ വഇആദത്തിൽ അർവാഹി ഇലൈഹ ബഅദ തഫ്രീഖിൻ ലിൽ ഹശ്രി വൽ ഹിസാബി വസ്സവാബി വൽ ഇഖാബ്. സവാബ്, ഇഖാബ്, ഹിസാബ്, ഹസ്റിനൊക്കെ വേണ്ടി ഇവയെ വിട്ടുപിരിച്ച ശേഷം റൂഹുകളെ മടക്കുക. വതുഖ്ബിറുന അയ്ളൻ അൻ ആദിൻ, ആദിനെ സംബന്ധിച്ചും നമുക്ക് വിവരം നൽകുന്നുണ്ട്. വതുഖ്ബിറുന അയ്ളൻ അൻ ഇറമി, ഇറമിനെ സംബന്ധിച്ചും നമുക്ക് വിവരം നൽകുന്നുണ്ട്.
ദാമത്ത് ലദൈന ഫഫാഖത്ത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയ്യിന ഇദാ ജാഅത്ത് വലം തദുമി. നമ്മുടെ മുന്നിൽ ഖുർആൻ എന്നെന്നും നിലകൊള്ളുന്നു. മറ്റു നബിമാരുടെ മുഅ്ജിസത്തുകളുടെ മുകളിലാണത് ഉള്ളത്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആനിനെ പോലെ മറ്റു നബിമാരുടെ മുഅ്ജിസത്തുകളൊന്നും നിലനിന്നിട്ടില്ല. പരിശുദ്ധമായ ഖുർആൻ നബി തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അത് എന്നെന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകളൊന്നും അത് നിലനിന്നിട്ടില്ല. ദാമത്ത് ഐ തിൽക്കൽ ആയാത്തു, ഈ ആയത്തുകൾ നിലനിൽക്കുന്നു ലദൈന മആശറ ഉമ്മത്തിൽ ഇജാബത്തി, ഉമ്മത്തിന്റെ കൂട്ടമേ നമ്മുടെ അടുക്കൽ അതിങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നൊന്നും. അലാ മമരി ദുഹൂരി വൽ അഅവാമി, കാലങ്ങളും വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടും ലി അഖദി ശറാഇഹി വൽ അഹ്കാം, ഹുക്കുമുകളെയും ശറഇന്റെ നിയമങ്ങളെയൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിലുണ്ട്. തമീസുൽ ഹലാലി അനിൽ ഹറാം, ഹറാമിനെ തൊട്ട് ഹലാലിനെ വേർതിരിക്കാൻ വേണ്ടിയും ഗൈരി ദാലിക മിനൽ ഉമൂരിൽ ഇളാം, മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയും എല്ലാം തന്നെ ഇത്രയും വർഷങ്ങളും കാലങ്ങളും പിന്നിട്ടിട്ടും അത് നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. ഫഫാഖത്ത് ഐ അലത്ത്, ഈ ആയത്തുകൾ മേലെയായിരിക്കുന്നു കുല്ല മുഅ്ജിസത്തിൻ സദറത്ത് മിനൻ നബിയ്യീന റുസലൻ കാനു ഔല, അവർ മുർസലുകളാകട്ടെ അല്ലാത്ത നബിമാരാകട്ടെ അവരെ വക്കൽ നിന്നും ഉണ്ടായ എല്ലാ മുഅ്ജിസത്തുകൾക്കും ഇത് മേലെയായിരിക്കുന്നു. കാരണം ഇത് ജാഅത്ത് ഹൈസു ജാഅത്ത് മിൻഹും, ആ പ്രവാചകന്മാരിൽ നിന്ന് ആ മുഅ്ജിസത്തുകൾ വന്നപ്പോൾ വലം തദുമി, പക്ഷേ ഫൈന മുഅ്ജിസത്ത കുല്ലി നബിയ്യിൻ തൻഖളി ബി മൗതിഹി, ഏതൊരു നബിയുടെയും മുഅ്ജിസത്ത് ആ നബിയുടെ വഫാത്തോടുകൂടി ഇല്ലാതെയാകുകയാണ്. കാരണം ലിൻഖിളായി ശറാഇഹിം, അവിടെ ശരീഅത്തുകളും ഇവിടെ ഇല്ലാതെയാവുന്നു. വബഖാഇ ശരീഅത്തിന നബിയിന സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ വഅലൈഹിം അജ്മഈൻ, നമ്മുടെ നബി തങ്ങളുടെ ശരീഅത്താണ് ഇവിടെ അവശേഷിക്കുന്നത് എന്നുള്ളത് കൊണ്ടും മറ്റു പ്രവാചകന്മാരുടെ ശരീഅത്തുകൾ അവശേഷിക്കാതെ മുറിഞ്ഞു പോകുന്നു എന്നുള്ളത് കൊണ്ടും ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന മുഅ്ജിസത്തുകളൊക്കെ അവരുടെ വഫാത്തോടുകൂടെ ഇല്ലാതെയാവുന്നു. ദാമത്ത് എന്നുള്ളത് ഫീല് മാദിയാണ്, താമായ ഫീലാണത്. അതിൻ്റെ ഫായില് ളമീറാണ്, ആയാത്തിലേക്ക് മടങ്ങുന്ന ളമീർ. ലദൈന എന്നുള്ളത് ദാമത്തിനോടാണ് മുതഅല്ലിഖ്. ഫഫാഖത്ത് എന്നുള്ളത് ആത്തിഫാണ്, ഫാഖത്ത് ഫീൽ ളമീർ ഫായിൽ ജുംല മഅ്തൂഫിന് ദാമത്ത്. കുല്ല മുഅ്ജിസത്തിൻ എന്നുള്ളത് മഫ്ഊല് ഫാഖത്തിന്റെ മഫ്ഊല കുല്ല എന്നുള്ളത്. മുഅ്ജിസത്തിനുള്ള മുളാഫിലയാണ്. മിനൻ നബിയ്യീന എന്നുള്ളത് ജാറു മജ്റൂർ സിഫത്താണ്, മൗസൂഫ് മുഅ്ജിസത്താണ്. ഇത് എന്നുള്ളത് ഫാഖത്തിന് ഇല്ലത്താണ്. പിന്നെ ജാഅത്ത് ഫിഇല് മാദിയാണ്, ഫായില് ളമീറുമാണത്. ആ കുല്ല മുഅ്ജിസത്തിലേക്ക് മടങ്ങുന്ന ളമീറാണ്. അപ്പോ ജാഅത്തിനെ മുഅന്നസാക്കിയത് കുല്ലന്റെ മുളാഫിൻ ഇലൈഹിയായ മുഅ്ജിസത്ത് മുഅന്നസാണ് എന്നുള്ളതിലേക്ക് നോക്കിയിട്ടാണേനോ. വലം തദുമി എന്നുള്ളത് വാവ് ഹാലി, ലം ജാസിം, തദും ഫീല് ളമീർ മജ്സൂം, ഫീല് മജ്സൂം ളമീർ ഫായില് ജുംല ഹാല്. സാഹിബ് ഹാല് ജാഅത്തിൽ മറിഞ്ഞു കിടക്കുന്ന ളമീർ. ഏതവസ്ഥയിൽ ആ മുഅ്ജിസത്തുകളൊന്നും നിലനിന്നിട്ടില്ല എന്നർത്ഥം. മുഹക്കമാത്തും ഫമാ തുബ്ഖീന മിൻ ശുബഹി ലിദീ ശിഖാഖിൻ വലാ തബ്ഗീന മിൻ ഹകമി. മുഹക്കമാത്തുൻ സുവ്യക്ത വചനങ്ങളാണ് അവയെല്ലാം.
ഫമാ തുബ്ഖീന മിൻ ശുബഹി ലിദി ശിഖാഖിൻ, എതിരാളികൾ ഉണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങളെ എല്ലാം അത് നിഷ്പ്രഭമാക്കിയിട്ടുണ്ട്. നിഷേധികളായ എതിരാളികൾക്ക് ഒരു ആശയക്കുഴപ്പത്തെയും അവശേഷിപ്പിച്ചിട്ടില്ല ഈ ആയത്തുകൾ. അതായത് എതിരാളിയുടെ ഒരു അഭിനവ തെളിവുകളെയും അത് തകർക്കാതിരുന്നിട്ടില്ല. എല്ലാ അവരുടെ തെളിവുകളെയും തകർത്തിട്ടുണ്ട്. ഫമാ തബ്ഗീന മിൻ ഹക്കമിൻ, വിധികൾ തേടി മറ്റൊരു വിധികർത്താവിനെ സമീപിക്കേണ്ട ആവശ്യവുമില്ല. അതായത് അവ തകർന്നടിഞ്ഞുവെന്ന് പ്രഖ്യാപിക്കാൻ, ഈ എതിരാളികൾ കൊണ്ടുവരുന്ന ആ തെളിവുകളെ ഒക്കെ തകർന്നടിഞ്ഞു എന്ന് പ്രഖ്യാപിക്കാൻ വേറൊരു വിധികർത്താക്കളെയും തേടിയിട്ടുമില്ല. ഇതുതന്നെ വ്യക്തമായ തെളിവുകളാണ് എന്നർത്ഥം. മുഹക്കമാത്തുൻ എന്നുള്ളത് നഅ്തു ആയാത്തിൻ എന്നുള്ളതിന് സിഫത്താണ്. ഫമാ എന്നുള്ളത് ഹർഫ് നഫിയാണ്, നഫിന്റെ ഹർഫാണ്. ഫമാ തുബ്ഖീന എന്നുള്ളത് ഫഇല്, ളമീർ ഫാഇല്. ളമീർ മടങ്ങുന്നത് ആയാത്തിലേക്കാണ്. മിൻ ശുബഹിൻ എന്ന് പറഞ്ഞത് മിൻ സായിദ ജാർ മുതഅല്ലിഖില്ല. ശുബഹിൻ എന്നുള്ളത് മജ്റൂർ മഫ്ഊലാണ് തുബ്ഖീന എന്നുള്ളത്. ലിദി ശിഖാഖിൻ എന്നുള്ളത് ലാമിന് കസ്റാണ്, ദാലിനും കസ്റാണ്, ജാറു മജ്റൂറാണ്, മുതഅല്ലിഖ് ശുബഹിനോടാണ് ബന്ധിച്ചിട്ടുള്ളത്. ശിഖാഖിൻ എന്നുള്ളത് മുളാഫിൻ ഇലൈഹി. വാവ് ആതിഫ്, ലാ നാഫിയത്ത്. തബ്ഗീന എന്നുള്ളത് ഫഇല് ളമീർ ഫാഇല്, ജുംല മഅ്തൂഫുൻ അലൈഹി തബ്ഖീന. മിൻ ഹക്കമി എന്നുള്ളത് മിൻ സായിദ ജാർ മുതഅല്ലിഖില്ല. ഹക്കമിൻ എന്നുള്ളത് മജ്റൂർ മഫ്ഊലാണ്. ഇന്ന ഹാദിഹിൽ ആയാത്തി മുഹക്കമത്തുൻ ഹാക്കിമത്തുൻ നാസിറത്തു അഹ്ലിൽ ഹഖ് മുസീലത്തു ശുബഹി അഹ്ലിൽ ളലാലി. ഈ ദൃഷ്ടാന്തങ്ങൾ മുഹക്കമത്താണ്, സുവ്യക്ത വചനങ്ങളാണ്. പിന്നെ ഹാക്കിമത്തുൻ അത് വിധികർത്താവാണ് എന്നർത്ഥം. നാസിറത്തു അഹ്ലിൽ ഹഖ് ഹഖിന്റെ അഹ്ലുകാരെ സഹായിക്കുന്നതാണ്. മുസീലത്തു ശുബഹി അഹ്ലിൽ ളലാലി ളലാലിന്റെ അഹ്ലുകാരുടെ സകല ശുബ്ഹത്തുകളെയും നീക്കം ചെയ്യുന്നതാണ്. ഫമാ യബ്ഖാ ബിഹാ ശുബ്ഹത്തുൻ ലിസാഹിബി ഖിലാഫിൻ വമാ തത്ലുബു ഹാക്കിമൻ യഹ്കുമു അലാ മുഖാലിഫിൽ ഹഖ്. ഹഖിന് എതിരുള്ള ആൾക്കാരുടെ മേൽ വിധിക്കാൻ ഒരു ഹാക്കിമിനെയും ഇവ വേറെ തേടുന്നില്ല. കാരണം ലിളുഹൂരി ബറാഹീനിഹ അലൈഹി, ഇവർക്കെതിരെ ഈ ആയത്തുകളാവുന്ന ഈ ലക്ഷ്യങ്ങളൊക്കെ വളരെ വ്യക്തവും സുവ്യക്തവുമാണ്. മാ ഹുരിബത് ഖത്തു ഇല്ലാ അഅദ മിൻ ഹറബി അഅദൽ അആദി ഇലൈഹാ മുൽഖിയസ് സലമി. അതിനോട് എന്ന് പറഞ്ഞ ഖുർആനിനോട് എതിരിടാൻ വന്ന ശക്തരായ മുഴുവൻ പ്രതിയോഗികളും ശത്രുക്കളും മത്സരത്തിൽ നിന്ന് പിൻവാങ്ങി ഖുർആനിനു മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുണ്ട്. മാ ഇവിടെ നാഫിയത്താണ്. ഹുരിബത്ത് ഫഇലം യുസമ്മ ഫാഇൽ ളമീർ നായിബ് ഫായിലാണ്.
ആയാത്തിലേക്ക് മടങ്ങുന്ന ളമീറാണ്. ഖത്തു എന്നുള്ളത് ഇസ്മു ഫീൽ ഫായിൽ മുദ്മർ, അത് ഹൂരിബത്തിനോട് ബന്ധിച്ചതാണ്. ഇല്ലാർഫ് ഇസ്തിസ്ന ആദ എന്നുള്ളത് ഫീൽ ളമീർ ഫായിലാണ്. മിൻ ഹറബി ജാറു മജ്റൂർ മുതഅല്ലഖ് ആദ. മിന്നിവിടെ തഅലീലിയത്താണ്. അഅദൽ അആദി, അഅദ എന്നുള്ളത് ഫായിലാണ്, ആദന്റെ ഫായിലാണ് അഅദ. ആദി എന്നുള്ളത് മുളാഫുൻ ഇലൈഹിയാണ്. ഇലൈഹ എന്നുള്ളത് ജാറു മജ്റൂർ മുതഅല്ലഖ് ആദ. അവിടെയുള്ള ളമീർ മടങ്ങുന്നത് ആയാത്തിലേക്ക് തന്നെയാണ്. മുൽക്കിയ സലമി എന്നുള്ളത് ഈ ആദന്റെ ഫായിലിൽ നിന്ന് ഹാലാണ്. അഅദ എന്നുള്ളതാണല്ലോ ഫായില്, ആ അഅദ എന്നുള്ളതിൽ നിന്ന് ഹാലാണ്. അസ്സലമി എന്നുള്ളത് മുളാഫുൻ ഇലൈഹിയുമാണ്. ഖത്തു എന്നുള്ളത് ഇവിടെ വർഫാണ്. ഇസ്തിഗ്റാഖി മാ മദാ മിന സമാനി, കഴിഞ്ഞുപോയ കാലത്തിനെ മുഴുവനായി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ദർഫാണ്. തീരെ യഖ്തസുബിൻ നഫി, നഫിയിനോടാണ് അത് പ്രത്യേകമാകുക. നഫീന്റെ ശേഷമാണ് അത് കൊണ്ടുവരല്. ഇവിടെ അങ്ങനെയല്ല ഉള്ളത്. മാ ഹൂരിബത്ത് ഖത്തു. അപ്പോ മാ ഫഅൽതുഹു ഖത്തു എന്നൊക്കെ പറഞ്ഞാൽ മാ ഫഅൽതുഹു ഫീമൻ ഖത്തഅ മിൻ ഉംരി, എൻ്റെ ഉംറിൽ നിന്ന് മുറിഞ്ഞുപോയ കഴിഞ്ഞുപോയതിലൊന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഇത് ഖത്തു എന്നൊരു ലമ്മിന്റെ മേൽ മബ്നിയാണ്. ചിലപ്പോ ഇതിന്റെ മേൽ ഫാ കടന്നിട്ട് ഫഖത്ത് എന്ന് പറയും. അത് ലഫ്ലിനെ ഭംഗിയാക്കാൻ വേണ്ടി, തസീനു ലഫ്ലിന് വേണ്ടിയാണ് അങ്ങനെ ഫാ കൊടുക്കല്. ഇനി ഇസ്മു ഫഈലായിട്ടും ഉപയോഗിച്ചവരുണ്ട്. ജവ്വസ തഫ്താസാനിയു ഫി ശർഹി തൽഖീസിൽ മിഫ്താഹി അൻ തകൂന ഫി ഹാദിഹിൽ ഹാലത്തി ഇസ്മ ഫഈലിൻ, അത് ഇസ്മു ഫഈലാകലിനെ ജായിസാക്കാൻ ബിമാന ഇൻദഹി. അവിടെ ഇപ്പൊ ഫാ ഉണ്ടാവുമ്പോ അത് വാഖിയത്തുൻ ഫി ജവാബി ഷർത്തി മുഖദ്ദരിന്റെ, മുഖദ്ദറായ ഷർത്തിന് ജവാബിന് കൊടുത്തതായിട്ട് പിന്നെ ഫായിനെ സങ്കല്പിക്കും. ഇദാ കാനൽ അംറു കമാ ദുക്കിറ ഫന്തഹി അൻ തലബി ഗൈരിഹി, കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ വേറൊന്നിനെ തേടലിനെ തൊട്ട് നീ അവസാനിപ്പിച്ചളാ എന്നർത്ഥത്തിൽ. ഇല്ല ഇസ്തിദ്ന മുഫറദാണ്. ആദ എന്ന് പറഞ്ഞാല് റജഅ എന്നാണ് അർത്ഥം വരിക. മാ ഹൂരിബത്ത് എന്ന് പറഞ്ഞാല് ഐ ഊദിയത്ത് തിൽക്കൽ ആയാത്തു ബി തലബി മുആറളതിഹ, ഇതിനെ എതിർക്കലിനെ തേടിക്കൊണ്ട് ഈ ദൃഷ്ടാന്തങ്ങളോട് ശത്രുത കാണിക്കപ്പെട്ടിട്ടില്ല തീരെ തന്നെ. വല്ലിത്തിയാന് മിസിലിഹ, ഇതുപോലത്തതിനെ കൊണ്ടുവരലിനെ തേടിക്കൊണ്ടും. അപ്പോ ഈ ഖുർആനിന്റെ ഈ ആയത്തുകളെ പോലത്തതിനെ കൊണ്ടുവരലിനെ തേടിക്കൊണ്ട് അതിനെ എതിർത്തിട്ടും ശത്രുത കാണിച്ചിട്ടുള്ളവരൊക്കെ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടേ ഉള്ളൂ എന്നർത്ഥത്തിൽ. ആദ എന്ന് പറഞ്ഞാൽ റജഅ എന്നാണ് അർത്ഥം. മിൻ ഹറബി ഐ മിൻ ഷിദ്ദത്തിൻ, ആ ശക്തമായ മിൻ ഹറബിൻ അഅദൽ അആദി ഐ അശദ്ദുഹും അദാവത്തൻ ലഹ വഅക്സറുഹും ഹിർസൻ അലാ തലബി മുആറളതിഹ. ഈ ഖുർആനിന്റെ ഈ ആയത്തുകളുടെ ശത്രുവിൽ നിന്ന് ഏറ്റവും ശക്തരായ ശത്രു, അതുപോലെ തന്നെ ഇതിനോട് എതിരിടലിനെ തേടലിന് മേൽ വല്ലാതെ ആഗ്രഹമുള്ള അലച്ചയുള്ള ആളുകൾ, അവരും
ഈ പിന്മാറിയിട്ടേ ഉള്ളൂ എന്നർത്ഥം. ആദ മിൻ ഹറബിൻ ആദൽ ആദി ഇലൈഹ. ഇലൈഹ എന്നായി ഇലാ തിൽക്കല്ലായാത്തി. മുത്താലക്ക് ആദ ഉള്ളയാണ്. മുൽക്കിയ സലമി എന്ന് പറഞ്ഞത് റജഅ മുൻഖാദൻ എന്നർത്ഥം. മിനൽ ഇനാദി ബിഇജാസിഹ വഅന്നഹ ലാ തുംകിനു മുആറളതുഹ ബിവജ്ഹിൻ മിനൽ വുജൂഹി. ഒരു നിലക്കും ഇതിനെ എതിരിടാൻ സാധ്യമാകൂല. ഇതിന്റെ അമാനുഷികത്വം കൊണ്ട് ഈ എതിരിടുന്നതിൽ നിന്ന് അവൻ വഴിപ്പെട്ടുകൊണ്ട് പിന്മാറി എന്നർത്ഥം. ആയുധം വെച്ച് കീഴടങ്ങുക എന്ന് പറഞ്ഞ ആ ഉദ്ദേശം. റദ്ദത്ത് ബലാഗതുഹ ദഅവാ മുആരിളിഹ റദ്ദൽ ഗയൂരിയദൽ ജാനി അനിൽ ഹറമി. ഹറമ് എന്നുള്ളത് ഹാഇനും റാഇനും ഫതഹ് കൊണ്ട് ബിമാന മഹറമിർ റജ്ലി എന്ന ആ അർത്ഥത്തിലുണ്ട്. വഖുരിഅ ബിളമ്മിൽ ഹാഇ വഫതഹിർ റാഇ അലാ അന്നഹു ജംഉ ഹുർമത്താണ്. വഹിയ മാ യകൂനു ഫി ഹരീമിർ റജ്ലി. അപ്പോൾ ഹുറമ് എന്നും ഹറമ് എന്നും അവിടെ പ്രയോഗമുണ്ട്. റദ്ദത്ത് ബലാഗതുഹ ദഅവാ മുആരിളിഹ. ഖുർആനിന്റെ സാഹിത്യ സമ്പുഷ്ടി വിമർശകരുടെ എതിർവാദങ്ങളെ തകർത്തെറിഞ്ഞു. റദ്ദൽ ഗയൂരിയദൽ ജാനി അനിൽ ഹുറമി. കുടുംബ സ്ത്രീകളെ, തൻ്റെ കുടുംബത്തിലുള്ള ഭാര്യ, അതുപോലെ തന്നെ മറ്റു സഹോദരി ഒക്കെ അടങ്ങുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങളെ, തൻ്റെ കുടുംബത്തിലുള്ള സ്ത്രീകളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്ന അക്രമിയുടെ കരങ്ങളെ സംരക്ഷണ ബോധമുള്ള ആൺകുട്ടികൾ തടയുന്നത് പോലെ ഖുർആൻ അതിൻ്റെ സാഹിത്യ ഭംഗി കൊണ്ട് എതിരാളികളുടെ വാദങ്ങളെ തട്ടിമാറ്റുന്നു. തങ്ങളുടെ സംരക്ഷണത്തിലുള്ള ബന്ധുസ്ത്രീകളെ ആക്രമിക്കാൻ വരുന്നവരെ ധീരനായ യുവാവ് എങ്ങനെ തടയുന്നുവോ അങ്ങനെ തടയുന്നു ഖുർആൻ അതിൻ്റെ സാഹിത്യ ഭംഗി കൊണ്ട് തൻ്റെ എതിരാളികളെ ആ നിലക്ക് തട്ടിമാറ്റുന്നു. റദ്ദത്ത് ഫിഇല്, ബലാഗതുഹ ഫാഇല്, ദഅവ എന്നുള്ളത് മഫ്ഊല് മുളാഫ്, മുആരിളിൽ നിന്ന് മുളാഫുൻ ഇലൈഹി, ഹ എന്നുള്ളത് അതിൻ്റെ മുളാഫില്. റദ്ദൽ ഗയൂരി എന്നുള്ളത് പിന്നെ മഫ്ഊല് മുത്ലഖാണ്. ഗയൂരി എന്നുള്ളത് മുളാഫുൻ ഇലൈഹിയാണ്. ഐ റദ്ദൻ മിസ്ല റദ്ദുൽ ഗയൂരി. ഗയൂർ എന്ന് പറഞ്ഞത് ബിഫത്ഹിൽ ഗൈനി വളമ്മിർ യാഇ തർക്കീബ് മുളാഫിലെയാണ്. യദ എന്നുള്ളത് മഫ്ഊല് റദ്ദയാണ്, റദ്ദന മഫ്ഊല്. അൽ ജാനി എന്നുള്ളത് മുളാഫുൻ ഇലൈഹിയാണ്. അനിൽ ഹുറമി ജാറു മജ്റൂർ മുതഅല്ലിഖ് റദ്ദ. അന്ന ബലാഗത ഹാദിഹിൽ ആയാത്തി. ഈ ആയത്തുകൾക്കുള്ള സാഹിത്യ സമ്പുഷ്ടി റദ്ദത്ത് മൻ യുആരിളുഹ, അതിനോട് എതിരിടുന്നവരെ അത് തടഞ്ഞു. അൻ മുആറളത്തിനെ, എതിരിടുന്നതിനെ തൊട്ട്. അവർക്കൊന്നും ഇതിൻ്റെ സാഹിത്യ സമ്പുഷ്ടിക്ക് മുന്നിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. റദ്ദൻ ഷദീദൻ, ശക്തമായ എതിർക്കൽ, എതിരിടൽ. റദ്ദിൽ ഫഹലിൽ ഗയൂരി, ഗയൂറായ ഒരു യുവാവ് തടയുന്നത് പോലെ. യദൽ ജാനി അൻ ഹുറമിഹി, തൻ്റെ സംരക്ഷണത്തിലുള്ള, തൻ്റെ വലയത്തിലുള്ള കുടുംബസ്ത്രീകളെ അക്രമികളുടെ കയ്യിൽ നിന്ന് തടയുന്നത് പോലെ തടഞ്ഞു. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. സമുദ്രത്തിലെ തിരമാലകൾ പോലെ വിശാലമാണ് ഖുർആനിലെ ആശയങ്ങൾ. മൂല്യത്തിലും
മനോഹാരിതയിലും സമുദ്രത്തിലെ മുത്തുകളെക്കാൾ മികച്ചതുമാണ്. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി. അതിൻ്റെ ഈ ആയത്തുകൾക്ക് വിശാലമായ അർത്ഥമുണ്ട്, ആശയമുണ്ട്. കമൗജിൽ ബഹരി, ബഹറിലെ തിരമാലകളെ പോലെ അതിന് വിശാലമാണ്. വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി, മൂല്യത്തിലും മനോഹാരിതയിലും സമുദ്രത്തിലെ മുത്തുകളേക്കാൾ മികച്ചതുമാണ്. ലഹ എന്നുള്ളത് ജാറു മജ്റൂർ ഖബർ മുഖദ്ദമാണ്. ആന്റെ മർജിഉൻ ഇലൈഹി ആയാത്ത് തന്നെ. മആനിൻ എന്നുള്ളത് മൂത്ത മുഅഖർ. കമൗജിൽ ബഹരി, കമൗജി എന്നുള്ള ജാറു മജ്റൂർ സിഫത്താണ് മആനിക്ക്. അൽ ബഹരി മുളാഫിൻ ഇലൈഹി. ഫീ മദദി എന്നുള്ളത് ജാറു മജ്റൂർ മുതഅല്ലഖും ബിൽ കാഫി. ഈ കമൗജി എന്ന കാഫിനോട് മുതഅല്ലഖാണ്. അതിലൊരു തസ്ബീഹിന്റെ മായന ഉണ്ടല്ലോ കാഫില്, അതുകൊണ്ട് മുതഅല്ലഖ് അങ്ങോട്ടാക്കുക. വഫൗക ജൗഹരിഹി, ഇവിടെ പിന്നെ ഫൗക എന്നുള്ളത് മഅതൂഫുൻ അലാ നഅതി മആനിൻ. മആനിൻ എന്നുള്ളതിന്റെ സിഫത്തിന്റെ മേൽ അത്യയപ്പെട്ടതാ. മആനിൻ എന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. അതിൻ്റെ ആ മആനി എന്നുള്ളതിന്റെ സിഫത്തിന്റെ മേൽ അത്യയപ്പെട്ടതാണ്. ജൗഹരി എന്നുള്ളത് മുളാഫിൻ ഇലൈഹി ആൻഡ് മുളാഫ് ഇലൈഹി. ഫിൽ ഹുസ്നി ജാറു മജ്റൂർ മുതഅല്ലഖ്, പിന്നെ ഈ ളർഫിന്റെ മഹലിനോടാ ബന്ധിച്ചിട്ടുള്ളത്. വൽ ഖിയമി എന്നുള്ളത് ഹുസ്നിന്റെ മേല് അത്ഫ്. വൽ ഖിയമി വാവ് ആതിഫ്, വൽ ഖിയമി മഅതൂഫ് മഅതൂഫുൻ ഇലൈഹി അൽ ഹുസ്ൻ. മദദ് എന്ന് പറഞ്ഞാല് നുസ്രത്ത്, ഔന്, സഹായം, സഹായത്തിന്റെ വിഷയത്തിൽ തിരമാലകളെ പോലെ ആണ്. കാരണം ഫഇന്ന കുല്ല മൗജിൻ ഫിൽ ബഹരി യമുദ്ദു മൗജൻ ആഖറ, ബഹറിലെ ഓരോ തിരമാലയും മറ്റൊരു തിരമാലക്ക് സഹായകമാണ്. വകദാലിക്കൽ ഖുർആൻ യുഫസ്സിറു ബഅദുഹു ബഅദാ വയമുദ്ദു ബഅദുഹു ബഅദാ. പ്രകാരം തന്നെയാണ് ഖുർആനും അതിൻ്റെ ചിലത് ചിലതിനെ വിശദീകരിക്കുന്നു, ചിലത് ചിലതിനെ സഹായിക്കുന്നു. ഇതാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. ഫമാ തുഅദ്ദു വലാ തുഹ്സാ അജായിബുഹാ വലാ തുസാമു അലൽ ഇക്സാരി ബിസ്സാമി. ഫമാ തുഅദ്ദു, വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങൾ, വലാ തുഹ്സ അജായിബുഹ, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. ആവർത്തിച്ചുള്ള പാരായണം മുഷിപ്പുളവാക്കുകയുമില്ല. വലാ തുസാമു അലൽ ഇക്സാരി ബിസ്സാമി, ഖുർആനിനെ എത്ര ആവർത്തിച്ചുള്ള പാരായണം ചെയ്യലും അതൊരു മുഷിപ്പ് ഉളവാക്കുകയില്ല. അജായിബ് എന്ന് പറയുന്നത് ജമ്മു അജീബത്താണ്, അത്ഭുതങ്ങൾ. ഖുർആന്റെ ആയത്തുകളുടെ മായനകളൊക്കെ അങ്ങനെ അത്ഭുതകരമായതാണ്. വലാ തുസാമു എന്ന് പറഞ്ഞാൽ ലാ തൂസഫു എന്നർത്ഥം. അലൽ ഇക്സാരി മഅ കസറത്തി ദിക്രിഹാ വ തർദീദിഹാ ലാ ഇലാ ഗായത്തിൻ, അധികരിച്ചു അതിനെ പാരായണം ചെയ്താലും മടക്കി മടക്കി ഓതിയാലും വിശേഷണം പറയപ്പെടൂല ബിസ്സഅമി, മിലാല് കൊണ്ട്, മടി കൊണ്ട്. കാരണം ഹുസ്നിഹ,
വഅസൂബത്തിഹ വതലാവത്തിഹ, അതിൻ്റെ ആ ഭംഗിയും അത് പാരായണം ചെയ്യുന്നതിലുള്ളതായ ആ ഇഷ്ടവും എല്ലാം നോക്കുമ്പോൾ എത്ര ആവർത്തിച്ച് ഇതിനെ പാരായണം ചെയ്താലും മടി എന്നുള്ളത് കൊണ്ട് വിശേഷണം പറയപ്പെടൂല. കാരണം മടി ഒരിക്കലും ഉണ്ടാവുകയില്ല അതിൻ്റെ പേരിൽ. ഫമാ എന്നുള്ളത് മാ നാഫിയത്താണ്. തുഅദു ഫീൽ മുസമ്മ ഫാഇൽ. വാവ് ആതിഫ് ലാ തുഹ്സ, ലാ നാഫിയത്തിന്റെ ലാ, തുഹ്സ ഫീൽ മുസമ്മ ഫാഇൽ. അജായിബുഹ എന്നുള്ളത് നായിബ് ഫാഇൽ ഹ മുദാഫില്. ഈ തുഅദിനോട് കത്തുഫാണ്. ആ തുഅദിന്റെയും തുഹ്സന്റെയും നായിബ് ഫാഇൽ അജായിബു എന്നുള്ളത് തന്നെയാണ്. വലാ തുസാമു, അത് വാവ് ആതിഫ് ലാ നാഫിയത്ത്, തുസാമു ഫീൽ മുസമ്മ ഫാഇൽ ബിളമ്മിൽ ഫൗഖാനിയത്തി വഫത്ഹിൽ മുഹ്മലത്തി മിൻ ഗൈരി ഹംസത്തിൻ മഅ്തൂഫുൻ അലാ തുഅദ്ദു. അതിൻ്റെ ആയത്തുകളെ വിശേഷണം പറയപ്പെടൂല അലൽ-ഇക്സാരി. അപ്പോൾ ദമീർ നായിബ് ഫാഇൽ, മഅ്തൂഫുൻ അലൈഹി ഈ ഫമാ തുഅദ്ദു എന്നുള്ളടത്ത്. അലൽ-ഇക്സാരി ജാറു മജ്റൂർ. ബിസ്സാമി എന്നുള്ളത് അതും ജാറു മജ്റൂർ തന്നെയാണ്. മുതഅല്ലഖ് തൂസഫ്, തുസാമു. ഖറത് ബിഹാ ഐനു ഖാരിഹാ ഫഖുൽതു ലഹു ലഖദ് ളഫിർത ബിഹബ്ലില്ലാഹി ഫഅ്തസിമി. ഖറത് ബിഹാ ഐനു ഖാരിഹ, വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകളെ പാരായണം ചെയ്യുന്നവന്റെ കണ്ണുകൾ കുളിരണിയും. ഫഖുൽതു ലഹു, അതു കൊണ്ട് തന്നെ ഞാൻ അവരോട് പറയുന്നു, ലഖദ് ളഫിർത ബിഹബ്ലില്ലാഹി ഫഅ്തസിമി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാശം കരഗതമാക്കിയതിനാൽ നീ വിജയം വരിച്ചുവെന്ന് അവനോട് ഞാൻ പറയും. ഇനി യതങ്ങ് മുറുകെ പിടിച്ചുകൊണ്ടേയിരിക്കുക. ബിഹ എന്ന് പറഞ്ഞാൽ അലായാത്തി, ഐനു ഖാരിഹ എന്ന് പറഞ്ഞാൽ താലി ലി അൽഫാദിഹ, അൽ മുദബ്ബിറു ലി മആനിഹ. ഖുർആന്റെ മായനകളെ ചിന്തിക്കുകയും ഇതിന്റെ അൽഫാദുകളെ പാരായണം ചെയ്യുകയും ചെയ്യുന്നവന്റെ കണ്ണ് കുളിർമയായിരിക്കുന്നു. ഐ തുമഅന്നത് വബലഗത് മാ തർജൂഹു മിൻ കുല്ലി ഖൈരിൻ വഅമിനത് മാ തഖാഫുഹു മിൻ കുല്ലി ളൈരിൻ. ആ പാരായണം ചെയ്യുന്നവന്റെ കണ്ണ് സമാശ്വാസം കൊണ്ടിരിക്കുന്നു. അത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ആ കണ്ണ് എത്തിയിരിക്കുന്നു. മിൻ കുല്ലി ഖൈരിൻ, പ്രതീക്ഷിക്കുന്നത് ഖൈറാണ്. മാത്രമല്ല വാമിനത്തും ആ തഖാഫു, ഭയപ്പെടുന്ന കാര്യത്തിനെ അത് വിശ്വസ്തമാക്കുകയും ചെയ്തിരിക്കുന്നു. മിൻ കുല്ലി ളൈരിൻ, അതെന്തിനാണ്? എല്ലാ പ്രയാസങ്ങളും. ഫഖുൽതു ലഹു അലാ തരീഖി തബ്ശീരി, സന്തോഷവാർത്ത അറിയിക്കുന്ന ആ നിലക്ക് ഞാൻ അപ്പോൾ അവനോട് പറഞ്ഞു, വല്ലാഹി, അല്ലാഹനെ തന്നെയാണ് സത്യം, ലഖദ് ളഫിർത ഐ ഫുസ്ത ബിമാ യൂസിലുക ഇലാ റിളാഹു ബിഹബ്ലില്ലാഹി, അള്ളാഹിന്റെ തൃപ്തിയിലേക്ക് നിന്നെ ചേർത്തുന്ന ഒന്നുകൊണ്ട് നീ വിജയിച്ചിരിക്കുന്നു. വദാരി കറാമത്തിഹി, അവന്റെ ആ ആദരവിന്റെ വീട്ടിലേക്കും നിന്നെ ചേർത്തുന്ന ഒന്നുകൊണ്ട് നീ വിജയിച്ചിരിക്കുന്നു. മിനൽ അസ്ബാബിൽ വസീഖത്തി വൽ വസായിലിൽ അനീഖത്തി ഫഅ്തസിമി, അതുകൊണ്ട് തമസ്സക് ബിദാലിക്കൽ ഹബ്ലി, ഈ പാശം കൊണ്ട് നീ മുറുകെ പിടിച്ചോ. വംതനി ബിതിലാവത്തി ഹാദിഹിൽ ആയാതി മിൻ അദാബില്ലാഹ്, ഈ ആയത്തുകളെ പാരായണം ചെയ്തതു കാരണമായി അള്ളാന്റെ ശിക്ഷയെ തൊട്ട് നീ തടയൽ സിദ്ധിച്ചവനായിക്കോ. ബിംതിസാലി അവാമിരിഹ വജ്തിനാബി നവാഹിഹ,
ആ ആയത്തുകളിൽ വന്ന കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ടും വിരോധനകളെ വെടിഞ്ഞുകൊണ്ടുമൊക്കെ അനിൽ വുഖൂഇ ഫീ ശൈഇൻ മിനൽ മുഖാലഫാത്തി ശർഇനോട് എതിരുള്ള കാര്യങ്ങളിൽ നിന്ന് ഒന്നിലും സംഭവിക്കലിനെ തൊട്ട് നീ തടഞ്ഞു നിന്നോ. അൽ മൂഖിഅത്തി ഫീ ഗളബില്ലാഹി വഅദാബിഹി അങ്ങനെ സംഭവിച്ചാൽ അത് അള്ളാഹിന്റെ ഗളബിലും അവന്റെ ശിക്ഷയിലും നിന്നെ വീഴ്ത്തിക്കളയും. അങ്ങനെയുള്ള ഹറാമുകളാണ് അള്ളാഹു ശർഇന് വിരുദ്ധമായ കാര്യങ്ങളാവുമ്പോൾ ഉണ്ടാകുന്ന അനന്തരഫലം അതായിരിക്കും. അപ്പൊ അവയെ തൊട്ടൊക്കെ നീ തടഞ്ഞു നിൽക്കുകയും ചെയ്തോ. ഫഅ്തസിമി എന്നുള്ളതിന്റെ വിശദീകരണമാണ് ഈ പറയുന്നത്. അസീദത്തു ശുഹദ 222 223 ഹാഷിയത്തുൽ ബാജൂരി അതുപോലെ തന്നെ അതിൻ്റെ ഹാമിസിലുള്ള ഷെയ്ഖ് ഖാലിദുൽ അസ്ഹരി അതിൻ്റെ 52, 3, 4, 5 പേജുകൾ. അൽ ഉംദ ഫി ശർഹിൽ ബുർദയുടെ 475 വരെയുള്ള ഏതാനും പേജുകൾ. അസ്സുഖ്റു വൽ ഉദ്ദ ഇവയിലെല്ലാം ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്.